പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ വലിയ തിരുനാമം മഹത്വമെടുക്കട്ടെ. എത്രയും സ്നേഹവും ബഹുമാനവുമുള്ള ഗീവർഗീസ് തോമസ് അച്ഛൻ, ഇടവക ജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ആലോചിച്ചു, ഗീവർഗീസ് തോമസ് അച്ഛൻ എന്നെ വിളിക്കാനുള്ള കാരണം എന്നാ. ഇപ്പോഴാണ് എനിക്കതിൻ്റെ ഗുട്ടൻസ് മനസ്സിലായി. പലരെയും വിളിച്ചു നോക്കി, പറ്റിയില്ല, കിട്ടിയില്ല, അച്ഛന്മാരെല്ലാം തിരക്കായി പോയി. എന്നാൽ പിന്നെ അച്ഛനും ഞാനും തമ്മിൽ ദീർഘനാളത്തെ സ്നേഹബന്ധവും അടുപ്പവുമുണ്ട്. അച്ഛൻ്റെ നുറുങ്ങ തമാശകളും അച്ഛൻ്റെ ചിരിയും ഒക്കെ ഞങ്ങളെ വളരെയേറെ ആകർഷിച്ചിട്ടുള്ളതായ കാര്യമാണ്. തീർച്ചയായിട്ടും അച്ഛൻ എന്നെ ക്ഷണിച്ചതിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ ഇടവയുമായിട്ട് എനിക്ക് ഒരു ബന്ധമുണ്ട്. ബന്ധം എന്ന് പറഞ്ഞാൽ, എൻ്റെ ശുശ്രൂഷ ഞാൻ ആരംഭിക്കുന്നത് നമ്മുടെ ഇവിടെ ഈ സെൻറ്ററിലുള്ള ഇടമൺ മോറിയയിൽ നിന്ന്. 99 ഇടമൺ, ഉറുകുന്ന്, നാഗമല, കുറവന്താവളം, ഇങ്ങനെ 3-4 പള്ളികളുടെ ചുമതലയിൽ 4 വർഷം അവിടെ പ്രവർത്തിച്ചത് ഞാൻ ഓർക്കുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് കെ ജോർജ് അച്ഛനായിരുന്നു ഈ ഇടവയിലെ വികാരിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നത് കൊണ്ട് തന്നെ പല പ്രാവശ്യം ഈ ഇടവകയിൽ വന്നതും ഇവിടെയുള്ള വിവിധങ്ങളായ ശുശ്രൂഷകളൊക്കെ പങ്കെടുത്തതും ഞാൻ ഈ സമയത്തെ ഓർക്കുന്നു. അതുമാത്രമല്ല, ബഹുമാനപ്പെട്ട സജി ബാബു അച്ഛൻ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. അച്ഛനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നിടത്ത് ഞങ്ങൾക്കും 5 വർഷം അവിടെ പ്രവർത്തിക്കുവാനായിട്ട് അവസരം ലഭിച്ചായിരുന്നു. കഴിഞ്ഞ ആഴ്ചയും ഞാൻ അവിടെ ഒരു വിവാഹത്തിന് അറ്റൻഡ് ചെയ്യുവാനായിട്ട് പോവുകയും ബഹുമാനപ്പെട്ട അച്ഛനെയും ഒക്കെ കാണുവാനായിട്ട് ഇടയായി. അതും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ ഈ ഇടവയുമായി ബന്ധമുണ്ട്, പരിചയമുള്ളവർ പലരുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ 2 ദിവസമായി ദൈവവചനത്തിൻ്റെ തണലിൽ വചനകൂടാരത്തിൽ ഞാനും നിങ്ങളും ആയിരുന്നു. നിങ്ങൾ ദൈവവചനത്താൽ സമ്പുഷ്ടരായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കൺവെൻഷൻ്റെ കടശി യോഗമാണ്, കടശി രാത്രിയാണ് ഈ രാത്രി എന്ന് പറയുന്നത്. നാളെ ഇടവക ദിനവും വിശുദ്ധ കുർബാനയും മറ്റ് പ്രോഗ്രാംസും ഒക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, 161 വർഷമായി ഒരു വിശ്വാസ സമൂഹമായി ഈ പ്രദേശത്ത്, ഈ കുന്നിൻ്റെ മുകളിൽ നമുക്ക് ആരാധിക്കുവാനായിട്ട് സാധ്യമായിട്ട്. അബ്രഹാം മോറിയാമലയിൽ ദൈവത്തെ ആരാധിക്കുവാൻ പോയതുപോലെ നമ്മുടെ പിതാക്കന്മാർ യാഗമർപ്പിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ഈ മലമുകളിൽ നാളുകൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് ഈ വിശുദ്ധ ഭൂമി എന്ന് പറയുന്നത്, പുണ്യഭൂമി എന്ന് പറയുന്നത്. അതിൻ്റെ പിന്തുടർച്ചക്കാരായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചല്ലോ. കഴിഞ്ഞ വർഷം നമ്മളെ വിട്ട് കടന്നുപോയി. എത്രമാത്രം കർത്താവിന് പ്രയോജനകരമായി ജീവിക്കുവാൻ കഴിഞ്ഞു എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, ഈ പുതിയ വർഷം കൂടുതൽ പ്രയോജനപ്പെടുവാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന് ആരായുവാനും നമുക്ക് ഇടയായിട്ട് തീരേണ്ടതും ആവശ്യമാണ്. ഇന്നത്തെ വചന കേൾവി എനിക്ക് മാത്രമല്ല നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവം എന്നെ ഈ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച എത്രയും സ്നേഹമുള്ള ഗീവർഗീസ് തോമസ് അച്ഛനോടും കൊച്ചമ്മയോടും ഉള്ള നന്ദി അറിയിക്കുന്നു. അച്ഛൻ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങളാണ്. യാക്കോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന്
ഇന്നിന്നത് ചെയ്യും എന്നല്ലോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. പ്രാർത്ഥിക്കാം. നന്മ ചെയ്യുവാൻ ആശയുണ്ടെങ്കിലും ചെയ്യുന്നതോ തിന്മ. എൻ മനമറിയും എൻ പ്രിയനാഥ, ഓർക്കരുതൻ തിന്മ ഇനിയും, ഓർക്കരുതൻ തിന്മ ഇനിയും, ഓർക്കരുതൻ തിന്മ. പൂർണ്ണനായി തീരുവാൻ കാക്ഷിക്കും തോറും പാപത്തിൽ വീഴുന്നല്ലോ. പൂർണ്ണനായി തീരുവാൻ കാക്ഷിക്കും തോറും പാപത്തിൽ വീഴുന്നല്ലോ. തിരികെ തരൂ എൻ രക്ഷയിൻ സന്തോഷം, വിശുദ്ധനായി മാറ്റുകന്നേ. നീ വിശുദ്ധനായി മാറ്റുകന്നേ. നീ വിശുദ്ധനായി മാറ്റുകന്നേ. കാരുണ്യവാനായ ദൈവമേ, ഒരാണ്ട് കൂടെ നീ ഞങ്ങൾക്ക് നൽകി തന്നല്ലോ. ഒരു പ്രാവശ്യം കൂടി ഇടവകയായി ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെ അനുവദിച്ചത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നീ ഞങ്ങളോട് വാസ്തവമായി സംസാരിച്ചത് ഓർത്ത് സ്തോത്രം. ഈ രാത്രികാലം അവിടുത്തെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുക. നിന്റെ ശബ്ദമൊന്ന് കേൾക്കുവാൻ, നിന്റെ സാന്നിധ്യം ഒന്ന് രുചിച്ചറിയുവാൻ, കർത്താവേ നിന്റെ ശരീരത്തിന്റെ ചൂടൊന്നറിയുവാൻ, നിന്റെ കരത്തിന്റെ സ്പർശനമൊന്നറിയുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വന്നതുപോലെയല്ല കർത്താവേ, അനുഗ്രഹം പ്രാപിച്ചവരായി, ഇരട്ടി നന്മ പ്രാപിച്ചവരായി, പുതുക്കപ്പെട്ടവരായി മടങ്ങിപ്പോകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കണമേ. നമുക്ക് ഒരുപക്ഷെ അത്രമാത്രം സുപരിചിതമല്ലാത്ത ഒരു വേദഭാഗമായിരിക്കാം യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായം 13 മുതൽ ഉള്ളതായ വാക്യങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ഇപ്രകാരം ഒരു കഥ കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിനു മുമ്പ് പ്രസംഗിച്ചവരാരെങ്കിലും നിങ്ങളോട് ഈ കഥ പറഞ്ഞിട്ടുണ്ടാകാം എന്ന് ഞാൻ കരുതുകയാണ്. ഞങ്ങൾ അച്ഛന്മാരൊക്കെ ട്രാൻസ്ഫർ ആകുന്നത് മെയ് മാസം 1-ാം തീയതിയാണ്. അപ്രകാരം നമ്മുടെ ഒരു അച്ഛൻ ട്രാൻസ്ഫറായി കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തേക്ക് ഒരു ദേശത്തേക്ക് പോകുവാനിടയായി. ഈ അച്ഛന് നാട്ടിലായിരുന്നപ്പോൾ ഒരു ഹോബിയുണ്ട്. ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിളികളെയും ഈ മൃഗങ്ങളെയും ഒക്കെ വളർത്തുന്ന ഒരു രീതിയുണ്ട്. പെറ്റ്സ് ഒത്തിരി ഉണ്ട്. അപ്പോൾ ട്രാൻസ്ഫറായി പോയ ദേശത്ത് ഇതുങ്ങളെല്ലാം കൂടെ കൊണ്ടുപോകുവാൻ അച്ഛന് യാതൊരു നിർവാഹവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇടവകക്കാർക്കും ഓരോരുത്തർക്കും വീട്ടുകാർക്കും ഒക്കെ ഈ പെറ്റ്സിനെയൊക്കെ വീതം വെച്ചതിന് ശേഷമാണ് അച്ഛൻ പുതിയ ഇടത്തേക്ക് പോയത്. പുതിയ ഇടത്ത് ചെന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ആകെ ഒരു അസ്വസ്ഥത, വിമ്മിഷ്ടം. കാരണം എല്ലാ ദിവസവും രാവിലെ അച്ഛൻ എഴുന്നേൽക്കുന്നത് ലവ് ബേർഡ്സിന്റെ ചിലമ്പൽ കേട്ടുകൊണ്ടാണ്. അച്ഛൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ അച്ഛന്റെ മുയലിനെ ഒന്ന് പാറ്റ് ചെയ്യും, അച്ഛന്റെ പട്ടികളെ ഒന്ന് കളിപ്പിക്കും, അച്ഛന്റെ പൂച്ചയെ ഒന്ന് കളിപ്പിക്കും. അങ്ങനെയൊക്കെ ചെയ്താണ്
അച്ഛൻ ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ റിലാക്സ്ഡ് ആവുന്നത്. എന്നാൽ ഇവിടെ വന്ന് ഒന്നുമില്ല എന്നുള്ളതിൽ അച്ഛന് വലിയ സങ്കടം. അച്ഛൻ്റെ ശുശ്രൂഷകനോട് പറഞ്ഞു, എടാ, എനിക്ക് നാട്ടിലായിരുന്നപ്പോൾ ഇന്ന കിളികളും ഇന്നൊക്കെ ജന്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ആകെ ഒരു അസ്വസ്ഥത. നീ എനിക്ക് ഒരു തത്തമ്മയെങ്കിലും എവിടുന്നേലും കൊണ്ട് തരണം. ഉടനെ ശുശ്രൂഷൻ പറഞ്ഞ അതിനെന്താച്ചോ, പരിഹാരമുള്ള കാര്യമാണ്, ഞാൻ കൊണ്ടുതരാം. ഈ ശുശ്രൂഷന് അടുത്ത ദിവസം തന്നെ അവിടെ ജംഗ്ഷനിൽ ഒരു പെറ്റ് ഷോപ്പുണ്ട്, ഇതിനെയൊക്കെ വിൽക്കുന്ന ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ ചെന്നതിന് ശേഷം ഒരു നല്ല തത്തമ്മയെ കണ്ടു. വർത്തമാനം പറയുന്ന തത്തമ്മയാ. ഉടനെ ഈ ഷോപ്പുകാരനോട് ചോദിച്ചു, ഇതിന് എത്ര രൂപയാ? അവൻ വിലയൊക്കെ പറഞ്ഞു. ഉടനെ ശുശ്രൂഷൻ പറഞ്ഞു, ഇത് ഇച്ചിരി കൂടുതലാണല്ലോ, ഞങ്ങളുടെ പള്ളിയിൽ പുതിയതായിട്ട് വന്ന അച്ഛനാ, ഒരു ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തുകൂടായോ? അപ്പൊ ഡിസ്കൗണ്ട് റേറ്റ് ഒക്കെ പറഞ്ഞു, സമ്മതിച്ചു. അപ്പൊ ഷോപ്പുകാരൻ ചോദിച്ചു, ആർക്കാന്നാ പറഞ്ഞേ? ഞങ്ങളുടെ പള്ളിയിൽ പുതിയതായിട്ട് വന്ന അച്ഛനെ. അയ്യോ, എന്നാ പിന്നെ ഇത് കൊണ്ടുപോകുന്നത് അബദ്ധമാണ്. ഉടനെ ഈ ഷോപ്പുകാരൻ ശുശ്രൂഷൻ ചോദിച്ചു, അതെന്താ പ്രശ്നം? ഇത് തത്തയല്ലേ, അച്ഛനെ കൊത്തുമോ അതോ കടിക്കുമോ? ഉടനെ ഈ ഷോപ്പുകാരൻ പറഞ്ഞു, അതല്ല പ്രശ്നം, ഇതുവരെ ഇവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഷാപ്പിൽ കിടന്ന തത്തയാ. അപ്പോൾ ഷാപ്പിൽ വന്നവരുടെ പാട്ടും, ഷാപ്പിൽ വന്നവരുടെ സംസാരവും, ഷാപ്പിൽ വന്നവരുടെ ഡയലോഗും കാണാതെ പഠിച്ചിട്ടുള്ള തത്തയാണ് ഈ തത്ത. അച്ഛന്റെ വീട്ടിൽ ചെല്ലുമ്പം പള്ളിക്കാരൊക്കെ വരുന്നതല്ലേ, ഈ തത്ത ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛനൊരു മോശമാകും, അതുകൊണ്ട് ഇതിനെ വേണ്ട. ഉടനെ ഈ കപ്പിയാര് പറഞ്ഞു, ഒന്നും സാരമില്ല, എത്ര കുടിയന്മാരെ മാനസാന്തരപ്പെടുത്തിയിട്ടുള്ള അച്ഛനാണെന്നറിയാം, പിന്നാണോ ഒരു തത്തെ, അച്ഛൻ അതൊക്കെ ശരിയാക്കി എടുത്തോളും, നീ ഏതായാലും അതിനെ പൈക്കി. കാരണം വേറെ ഇരുന്ന് നടക്കാൻ അദ്ദേഹത്തിന് വയ്യ. അദ്ദേഹം ഈ തത്തയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടെ അച്ഛന് കൊണ്ടു കൊടുത്തു. എന്നിട്ട് ഈ ഷോപ്പുകാരൻ പറഞ്ഞ കഥയും പറഞ്ഞു. അച്ഛൻ ഇതിനെ എല്ലാ ദിവസവും ഈ ആഹാരമൊക്കെ കൊടുത്ത് ഇതിനെ പോറ്റിക്കൊണ്ടിരിക്കുക. ആദ്യത്തെ ഞായറാഴ്ച, തത്തമ്മയുടെ ആദ്യത്തെ ഞായറാഴ്ച കഴിഞ്ഞു. ഇതുപോലെ പാഴ്സനേജും പള്ളിയും അടുത്ത. തത്തമ്മയ്ക്ക് ഈ പാഴ്സനേജിൽ ഈ കൂട്ടിൽ കിടന്നാൽ മതി, പള്ളിയിലോട്ട് വരുന്നവരെല്ലാം കാണാം. അപ്പോൾ ആദ്യത്തെ ഞായറാഴ്ച കഴിഞ്ഞതിന് ശേഷം സന്ധ്യയ്ക്ക് അച്ഛൻ യോഗം പ്രാർത്ഥനാക്കൂട്ടം എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ ഈ തത്തമ്മയുടെ അടുത്ത് ചെന്നു, ഇച്ചിരി നേരം ഒന്ന് വർത്താനം പറയാം. ഉടനെ ഈ തത്തമ്മയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, തത്തമ്മേ, നിനക്ക് എന്നാ തോന്നുന്നു? നീ ഇതുവരെ ഷാപ്പിലെ പാട്ടും ഷാപ്പിലെ വർത്തമാനവും ഷാപ്പിലെ വഴക്കും ഒക്കെ കേട്ടോണ്ടല്ലേ കഴിഞ്ഞത്, ഇപ്പോഴെങ്ങനെ നിനക്ക് തോന്നുന്നു? നല്ല ആരാധന, നല്ല പാട്ട്, എന്റെ അടിപൊളി പ്രസംഗം, ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് എന്നാ തോന്നുന്നു? ഉടനെ ഈ തത്തമ്മ ഇങ്ങനെ പറഞ്ഞു എന്നാ പറയുന്നത്, അച്ഛൻ, സോങ്സ് ആർ ഡിഫറെന്റ്, കളേഴ്സ് ആർ ഡിഫറെന്റ്, ബട്ട് ദ കസ്റ്റമേഴ്സ് ആർ സെയിം. പാട്ടിൽ വ്യത്യാസമുണ്ട്, വസ്ത്രത്തിലും വ്യത്യാസമുണ്ട്, പക്ഷെ ഞാൻ അവിടെ കണ്ടവരെയൊക്കെ തന്നെയാ ഇവിടെയും കണ്ടത്. അവിടെയും ഇവിടെയും തല കാണിക്കുന്നവരാ ഒരുമാതിരിപ്പെട്ട സുറിയാനി ക്രിസ്ത്യാനികൾ എല്ലാം. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അവിടെയും ഇവിടെയും കാലുവെക്കുവാൻ അവകാശമില്ല, അവിടെയും ഇവിടെയും തലവെക്കുവാൻ അവകാശമില്ല. രണ്ടു വള്ളത്തിൽ കാലുവെക്കുന്നവൻ തീർച്ചയായിട്ടും അവൻ അപകടത്തില്ല, അവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് വ്യക്തമായി ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യാക്കോബിന്റെ പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പുസ്തകമാണ്. ചില മുന്നറിയിപ്പുകളും ചില ഉപദേശങ്ങളും ദൈനംദിന ജീവിതത്തിൽ എപ്രകാരം നിന്റെ ആത്മീക ജീവിതത്തെ നയിക്കണമെന്നുള്ളതിനെ കുറിച്ചുള്ള ചില ഉപദേശങ്ങളുമൊക്കെ നൽകുന്നതായ ഒരു പുസ്തകമാണ്, ലേഖനമാണ് യാക്കോബിന്റെ പുസ്തകം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് മനുഷ്യന്റെ അഹന്തയെക്കുറിച്ച്, അതുപോലെ തന്നെ അവന്റെ സ്വയത്തിലുള്ളതായ ആശ്രയത്വത്തെ കുറിച്ച്, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ജീവിതാനുഭവത്തെ കുറിച്ചൊക്കെ വളരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്ന ഒരു ചെറിയ ലേഖന പുസ്തകമാണ് യാക്കോബിന്റെ പുസ്തകം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതോടൊപ്പം ജീവിതത്തിൽ താഴ്മയും അതുപോലെ ദൈവാശ്രയവും ദൈവത്തെ അനുസരിക്കേണ്ടതിൻ്റെയും ഒക്കെ ആവശ്യകത
എത്രമാത്രമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതായ ഒരു പുസ്തകമാണ് ഈ യാക്കോബിന്റെ പുസ്തകം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് കൊടുത്തിരിക്കുന്നതായ ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് ലിവിങ് അണ്ടർ ഗോഡ്സ് വിൽ എന്നുള്ളതാ. ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ സാധ്യമാകണം. ലിവിങ് അണ്ടർ ഗോഡ്സ് വിൽ, ദൈവഹിതപ്രകാരമുള്ള ജീവിതം. ആരാ യാക്കോബ്? നമുക്കറിയാം, യാക്കോബ് സ്ലീഹ യേശുവിന്റെ സഹോദരനായിരുന്നു യാക്കോബ് സ്ലീഹ എന്ന് നമുക്ക് അറിയാം. മാത്രമല്ല, യേശുവിന്റെ ശിഷ്യന്മാരിൽ പ്രധാനികളിൽ ഒരു പ്രധാനിയായിരുന്നു യാക്കോബ് എന്ന് നമുക്കറിയാം. ഇവൻ യേശുവിന്റെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തി നടന്നത് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതായ സംഭവം, അത് യാക്കോബിന് വിവാഹമായിരുന്നു എന്ന് പോലും പറയപ്പെടുന്നുണ്ട്, വിശ്വസിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം. അതുപോലെ മാത്രമല്ല, യെരുശലേം കൗൺസിലിന്റെ അധ്യക്ഷനായിരുന്നു യാക്കോബ് എന്ന് നമുക്ക് അറിയാം. ഇങ്ങനെ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെയും യേശുവിന്റെ ശിഷ്യ സമൂഹത്തിലെയും വളരെ ഗണ്യമായ പ്രധാനമായ ചില നിയോഗങ്ങൾ വഹിച്ചിരുന്നതായ യേശു സ്നേഹിക്കുന്ന ഒരു ശിഷ്യനായിരുന്നു യാക്കോബ് എന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബിന്റെ പുസ്തകം ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. വായിച്ചു തുടങ്ങിയാൽ എൻ്റെ വിചാരം അവസാനത്തെ അധ്യായം വരെയും നമ്മൾ വായിച്ചു തീർത്തു പോകും. അത്രമാത്രം വളരെ ലളിതമായ ഭാഷയിൽ പ്രായോഗികമായ ചില ജ്ഞാനങ്ങൾ പകരുന്നതായ പുസ്തകമാണ് ഈ യാക്കോബിന്റെ പുസ്തകം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാപട്യമുള്ള ആചാരത്തെ, അതുപോലെ ആരാധനയെ എങ്ങനെ ചെറുക്കുവാനായിട്ട് സാധിക്കും, ശരിയായ ക്രിസ്തീയ സ്വഭാവമുള്ളവരായി എങ്ങനെ നമുക്ക് തീരുവാൻ കഴിയും എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതായ ഒരു പുസ്തകമാണ് ഈ യാക്കോബിന്റെ പുസ്തകം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആരെ ഉദ്ദേശിച്ച യാക്കോബ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്? ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് യഹൂദ ക്രിസ്ത്യാനികളെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതുന്ന ഒരു ലേഖനമാണ് ഈ യാക്കോബിന്റെ ലേഖനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് യെരുശലേമിന് പുറത്ത്, പലസ്തീന് പുറത്ത് പാർക്കുന്നതായ യഹൂദ ക്രിസ്ത്യാനികളെ മുൻപിൽ കണ്ടുകൊണ്ട്, അവരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് യാക്കോബ് ഈ ലേഖനം എഴുതുന്നത് എന്ന് ഈ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവർ പാർക്കുന്നത് വിജാതീയ സമൂഹത്തിന്റെ ഇടയിലാണ്. നീ വിജാതീയ സമൂഹത്തിന്റെ ഇടയിൽ, അന്യജാതിക്കാരുടെ ഇടയിൽ, മറ്റു വിശ്വാസത്തിന്റെ ഇടയിൽ നീ ഒരു ക്രിസ്തീയ വിശ്വാസിയായി പാർക്കുമ്പോൾ നിന്റെ വിശ്വാസം എങ്ങനെയുള്ളതായിരിക്കണം, നിന്റെ സാക്ഷ്യം എങ്ങനെയുള്ളതായിരിക്കണം, നിന്റെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം എന്ന് വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്, ലേഖനമാണ് യാക്കോബിന്റെ പുസ്തകം എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ പുസ്തകം വളരെ ശാന്തമായി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുവാണെങ്കിൽ നമ്മോട് സംവാദിക്കുന്ന, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മെ തിരുത്തുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത, അത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു ലേഖനമാണ് ഈ യാക്കോബിന്റെ പുസ്തകം. ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത. ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദ പ്രൂഫ് ഓഫ് അവർ ഫെയ്ത്ത് ഈസ് എ ചേഞ്ച്ഡ് ലൈഫ്. നമ്മുടെ വിശ്വാസത്തിന്റെ അടയാളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെളിവ് എന്ന് പറയുന്നത് രൂപാന്തരപ്പെട്ട ജീവിതമാണ്. ജീവിതത്തിൽ രൂപാന്തരമില്ലാതെ വിശ്വാസിയാണെന്ന് അഭിമാനിക്കുന്നുവെങ്കിൽ അഭിമാനത്തിൽ യാതൊരു കഴമ്പുമില്ല. നീ മാനസാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ, രൂപാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ, വിശ്വാസിയാകുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരം ഉണ്ടാകേണ്ടതും ആവശ്യമാകുന്നു എന്ന് യാക്കോബ് ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നിഷ്കളങ്കമായ വിശ്വാസവും നീതി പ്രവർത്തിക്കുന്നവരുമായിരിക്കണമെന്ന് യാക്കോബ് സ്ലീഹ ഈ ലേഖനത്തിൽ കൂടി നമ്മെ ഉദ്ബോധിപ്പിക്കുക. 2-3 കാര്യങ്ങൾ വേഗത്തിൽ പങ്കുവെച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന്, അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച്
വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെ ഉള്ളത്. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നാളത്തെക്കുറിച്ച് നിനക്ക് എന്ത് ഉറപ്പാണുള്ളത്? നാളത്തെക്കുറിച്ച് പറയുവാൻ നിനക്ക് എന്ത് ധൈര്യമാണുള്ളത്? യാക്കോബ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്, നീ ഇന്ന് സാക്ഷിക്കേണ്ടത് ഇതുവരെയുള്ള യാത്രയിലെ ദൈവകൃപയുടെ മുദ്രകളെ തിരിച്ചറിയുവാനായിട്ട് നിനക്ക് കഴിയണം. ഇതുവരെയുള്ള നിന്റെ വിശ്വാസ യാത്രയിലെ ദൈവകൃപയുടെ മുദ്രകളെ കുറിച്ച് തിരിച്ചറിയുവാൻ സാധിക്കണം. റിയലൈസ് the symbols of God's grace throughout your faith journey. നിന്റെ വിശ്വാസ യാത്രയിൽ ദൈവകൃപ അനുഭവിച്ചത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണമെന്ന് യാക്കോബ് ശ്ലീഹ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യാക്കോബോട് പറയുവാണ്, ഇത് അൺസർട്ടനിറ്റി ഓഫ് ദി ഫ്യൂച്ചർ, നിന്റെ ഭാവിയെ കുറിച്ചുള്ളതായ അസന്നിഗ്ധാവസ്ഥ, അത് അൺസർട്ടൻ ആണെന്ന് വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയൊരു പ്രത്യേകത, അവർ വലിയ വ്യാപാരികളാ, കച്ചവടക്കാരാ. യേശു കർത്താവ് പറയുന്നതായ പല ഉപമകളിലും യഹൂദന്മാർ വ്യാപാരം ചെയ്തിട്ട് മടങ്ങി വരുമ്പോൾ വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള ഉപമകളൊക്കെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം വ്യാപാരത്തിൽ, ട്രേഡിങ്ങിൽ അവർ വളരെ സമർത്ഥരായിരുന്നു എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവർ ചെല്ലുന്നിടത്തെല്ലാം ഒരു കച്ചവട സ്ഥാപനമുണ്ടാകും. ആ സ്ഥാപനത്തിൽ കൂടി ലാഭം കൊയ്യുവാനും പണം കൊയ്യുവാനും അവർക്ക് സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്നാൽ യാക്കോബ് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാ, നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവനായ ഒരു ദൈവമുണ്ട്, നിന്റെ ജീവിതത്തെ നയിക്കുന്നവനായ ഒരു ദൈവമുണ്ട്, നിന്നെ അനുദിനം നടത്തുന്നവനായ ഒരു ദൈവമുണ്ട്. നീ നിന്റെ ജീവിതത്തെ നിയന്ത്രിച്ചു കളയുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ, നീ നിന്റെ ജീവിതത്തിന്റെ ഭാവി നിശ്ചയിച്ചു കളയുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ നീ ഒരു മൂഢസ്വർഗത്തിലാണ് എന്ന് വ്യക്തമായിട്ട് യാക്കോബ് ശ്ലീഹ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യാക്കോബ് പറയുക, നിന്റെ വ്യാപാരം വിജയമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ കൃഷിയിടം സുന്ദരമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്താൽ മാത്രമേ നിനക്കിതൊക്കെയും സാധ്യമാകൂ. മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട ദാസി ഓർത്തതുപോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അതെ, എനിക്ക് തന്നെ ഇത് ചെയ്യുവാൻ കഴിയില്ല, എനിക്ക് തന്നെ ഇത് ചാടിക്കടക്കുവാൻ കഴിയില്ല. ദൈവത്തിന്റെ കൃപയില്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമേ എനിക്ക് നേടുവാൻ കഴിയില്ല എന്ന് യാക്കോബ് വ്യക്തമായി അവരെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളും ദൈവത്തോട് ചേർന്നായിരിക്കണമെന്ന് യാക്കോബ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തിയ, നിന്റെ ജീവിതത്തിന്റെ ഓരോ തീരുമാനങ്ങളും, നിന്റെ ജീവിതത്തിന്റെ ഓരോ വ്യാപാരങ്ങളും ദൈവത്തോടൊപ്പമായിരിക്കണം, ദൈവത്തിൽ തന്നെ ആയിരിക്കണമെന്ന് യാക്കോബ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യേശു കർത്താവ് മനോഹരമായ ഒരു ഉപമ പറയുന്നുണ്ട്. ആരെക്കുറിച്ചാണ് ആ ഉപമ? ധനവാനായ മൂഢനായ ഒരു മനുഷ്യനെ കുറിച്ചാ. അവൻ ധനവാനായിരുന്നു, എന്നാൽ മൂഢനായി പോയി. എന്താ അങ്ങനെ പറയുവാനുള്ള കാരണം? നമുക്കറിയാം ആ ഉപമ എങ്ങനെയാണ് കർത്താവ് പറയുന്നത്. അവൻ വലിയ കൃഷിയൊക്കെ ചെയ്തു, അവൻ പ്രതീക്ഷിക്കാത്ത അത്രയും വിളവ് ആ വർഷമുണ്ടായി. അവൻ ഈ വിളവൊക്കെ കണ്ടിട്ട് അവന് വലിയ സന്തോഷമായി. സന്തോഷിച്ച് ആനന്ദിച്ചിട്ട് അവൻ പറയുകയാണ്, ആഹാ, ഞാൻ എൻ്റെ കളപ്പുര വിശാലമാക്കും, ഞാൻ എൻ്റെ കളപ്പുര വിശാലമാക്കും, ഇതെല്ലാം കൊയ്തു കൂട്ടി ഞാൻ എൻ്റെ കളപ്പുരയിൽ ശേഖരിക്കും. ഇനിയും എനിക്ക് ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട കാര്യമില്ല. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. കർത്താവ് അവനോട് ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്. മൂഢ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിക്കുന്ന വർഷം നീ ഈ കൂട്ടിവെച്ചതൊക്കെയും ആർക്കാകും എന്ന് ചോദിക്കുന്നത് കാണുവാൻ കഴിയും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ?
വലിയ വിളവ് കിട്ടിയാൽ കളപ്പുര വിശാലമാക്കണ്ടേ? ഒരു പുതിയ പത്തായം കൂടെ വാങ്ങിക്കണ്ടേ? അതിൽ ഉണ്ടെങ്കിലല്ലേ അത് ശേഖരിച്ചു വെക്കാൻ പറ്റൂ. വേണ്ടാന്ന് വിചാരിച്ച് കത്തിച്ചു കളയാൻ പറ്റുമോ? അല്ലെങ്കിൽ പണ്ട് അമേരിക്കക്കാർ ചെയ്ത പോലെ ഗോതമ്പ് കൊണ്ട് കടലിൽ ഒഴുക്കാൻ പറ്റുമോ? ഇത് സൂക്ഷിച്ചു വെക്കേണ്ടത് ബുദ്ധിയുള്ള ഒരു കർഷകന്റെ ഉത്തരവാദിത്തമാണ്. അതല്ലേ അവൻ ചെയ്തുള്ളൂ. നമുക്ക് കൂടുതൽ പണം കിട്ടിയാൽ നമ്മൾ എന്നാ എടുക്കും? ഒരു ഫിക്സഡ്, അത് കഴിഞ്ഞ് അടുത്തത് സേവിങ്ങിൽ നിറയുന്നതിനനുസരിച്ച് അടുത്ത ഫിക്സഡ്, പിന്നെ വേറെ എവിടെങ്കിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പൊ ഗോൾഡിലുണ്ട്, പിന്നെ വെള്ളിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഭൂമി വാങ്ങിക്കാം. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? അതോ ചുമ്മാത് വരുന്നവർക്കെല്ലാം ദാനം ചെയ്തുകൊണ്ടിരിക്കുമോ? ഇത് ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ കാര്യമല്ലേ? പിന്നെ കർത്താവ് എന്താ അവനെ മൂഢ എന്ന് വിളിച്ചത്? അവനെ മൂഢ എന്ന് വിളിച്ചതിൽ ഒരു കാര്യമുണ്ട്. കാരണം അവന്റെ ആലോചനകളിൽ, അവന്റെ തീരുമാനങ്ങളിൽ, അവന്റെ കാര്യങ്ങളിൽ, വ്യാപാരങ്ങളിൽ ദൈവത്തിന് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് നന്ദി പറയാൻ മറന്നുപോയി, ദൈവത്തിന് സ്ഥാനം കൊടുക്കുവാൻ മറന്നുപോയി, ദൈവത്തിന്റെ ഹിതമറിയുവാൻ അവൻ മറന്നുപോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ദൈവം നൽകിയിട്ടുള്ളതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നേടിയിട്ടുള്ളത് എന്തുണ്ട്? ദൈവം നൽകിയിട്ടുള്ളതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നേടിയിട്ടുള്ളത് എന്തുണ്ട്? സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതെ, ദൈവം പ്രവർത്തിച്ചിട്ടല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നാം നേടിയിട്ടുള്ളത് എന്തുണ്ട്? അതുകൊണ്ട് ദൈവത്തിന്റെ കരുണയ്ക്ക് നന്ദി പറയുവാൻ കഴിയണം. ദൈവത്തിന്റെ കൃപകളെ എണ്ണിക്കൊള്ളുവാൻ കഴിയണം. ഇതുവരെ എന്റെ വിശ്വാസയാത്രയിൽ എന്നെ നടത്തിയതായ ദൈവത്തിന്റെ കൃപയുടെ മുദ്രകളെ അടയാളപ്പെടുത്തിക്കൊള്ളുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത് ആവശ്യം. ഞാനിങ്ങനെ ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട്, അനുഭവം കേട്ടിട്ടുണ്ട്. ആനി എന്ന് പറയുന്നതായ ഒരു സഹോദരി നട്ടെല്ലിനും കാലുകൾക്കും കഠിനമായ വേദന ബാധിച്ച് ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചു. ഡോക്ടേഴ്സ് അവരെ പരിശോധിച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു, അസ്ഥിക്ക് ക്യാൻസർ ആണ്, അസ്ഥിക്ക് ക്യാൻസർ ആണ്, മൾട്ടിപ്പിൾ മൈലോമ. അതുകൊണ്ട് തന്നെ 1 വർഷത്തിൽ കൂടുതൽ ഇനിയും ജീവിക്കുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ ആനി ഇപ്രകാരം മറുപടി പറഞ്ഞു, ഡോക്ടർ, ഞാൻ ഇന്ന് ബൈബിൾ വായിച്ചു. ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയതായ വാക്യം, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ വിശ്വസിക്കുക, അവൻ നിന്റെ വഴിയെ നിയന്ത്രിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ വിശ്വസിക്കുക, അവൻ നിന്റെ വഴിയെ നിയന്ത്രിക്കും. ഉടനെ ഡോക്ടർ അവളുടെ വാക്ക് കേട്ടിട്ട് ഒന്ന് സിമ്പതി കാണിച്ചു, അവളോടൊന്ന് സഹതപിച്ചു, അവളുടെ തോളത്തൊന്ന് തട്ടി. ഞാനും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ മടങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് അവൾ വീണ്ടും വായിച്ചു, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവൻ നിന്നെ സഹായിക്കും എന്ന് വായിക്കുവാനായിട്ട് ഇടയായി. അത് കഴിഞ്ഞ് വീണ്ടും അവൾ പറഞ്ഞു, തിരുവചനം എന്റെ അസ്ഥിക്ക് മജ്ജ എന്ന പോലെ ഇരിക്കും, ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തോളം ഞാൻ ജീവിക്കും. തിരുവചനം എന്റെ അസ്ഥിക്ക് മജ്ജ എന്ന പോലെ ഇരിക്കും, ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തോളം ഞാൻ ജീവിക്കും. അനുഭവ കഥ ഞാൻ വായിച്ചു തീർത്തത് ഇങ്ങനെയാ. ആനി വീണ്ടും 20 വർഷക്കാലം ജീവിച്ചിരുന്നു. എന്നാൽ ഈ ഡോക്ടർ അതിനു മുമ്പ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ദൈവത്തിന്റെ വചനത്തിൽ നീ ആശ്രയം വെക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ നീ ശരണപ്പെടുന്നുവെങ്കിൽ, ദൈവത്തിന്റെ കൃപകളെ നീ ധ്യാനിക്കുന്നുവെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിന്നെ അത്ഭുതമാക്കി തീർക്കുവാൻ, നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി തീർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും എന്നുള്ളതിന് യാതൊരു വിധമായ സംശയവും വേണ്ട. ഇസ്രായേൽ ജനം യോർദാൻ കടക്കുമ്പോൾ യോശുവ പറയുന്നുണ്ട്, 12 പാറക്കല്ലും കൂടെ കയ്യിൽ കരുതിക്കോണം. ഉടനെ അവർ ചോദിച്ചു, യോശുവയെ എന്തോത്തിനാ ഈ പാറക്കല്ലും ചുമന്നുകൊണ്ട് എന്തിനാ പോകേണ്ടത്?
ഉടനെ യോശുവ പറയുന്നു, നിന്റെ തലമുറ നിന്നോട് ചോദിക്കും, ഈ പാറക്കല്ല് എവിടുന്ന് കിട്ടിയതാ, എന്താ ഇതിന്റെ അടയാളം എന്ന് പറയുന്നത്. അപ്പോൾ നീ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ പിതാക്കന്മാരെ ദൈവം തമ്പുരാൻ മരുഭൂമിയിൽ കൂടി നടത്തിയ കഥ പറഞ്ഞു കൊടുക്കണം. വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് യോർദാന്റെ അക്കരെ നിന്നുകൊണ്ട് എങ്ങനെ അക്കരയ്ക്ക് കടക്കുവാൻ സാധിക്കുമെന്നറിയാതെ അയ്യം വിളിച്ചപ്പോൾ വെള്ളം വറ്റിച്ച് ഉണങ്ങിയ നിലത്തുകൂടി സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും നമ്മുടെ പിതാക്കന്മാരെയും വഴി നടത്തിയതിന്റെ അടയാളമാണ് ഏത്? ഈ പാറക്കല്ല് എന്ന് ഓർമ്മപ്പെടുത്തണമെന്ന് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ ഈ വിശ്വാസയാത്രയിൽ ദൈവം നടത്തിയ വഴികളെ കുറിച്ച് തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് കഴിയണം. ഞാനൊരു വീട് സന്ദർശിക്കുവാനായിട്ടിടയായി. 2 നിലയുള്ള ഒരു 2500-3000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വലിയ വീട്, വളരെ മനോഹരമായ ഒരു വീട്. വീടിനകത്തോട്ട് കയറി ചെന്നപ്പോൾ അവിടെ ഒരു ഷോക്കേസ് ഉണ്ട്. ആ ഷോക്കേസിന്റെ അവിടെ ഗ്ലാസിൽ ഒരു പഴയ ചെറ്റപ്പുരയുടെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്താ ഇതിങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്നത്? ഉടനെ ആ ഗൃഹനാഥൻ പറഞ്ഞ, അച്ഛാ, ഇതായിരുന്നു ഞങ്ങളുടെ പഴയ വീട്. ദൈവം തന്റെ വലിയ കൃപയാൽ, അവിടുത്തെ വലിയ കരുണയാൽ ഞങ്ങൾക്ക് സമ്മാനിച്ചതാണ് ഈ വീട്. എന്നാൽ ഞങ്ങളുടെ പഴയകാലം മറന്നു പോകാതിരിക്കുവാനാ ഈ പിക്ചർ ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്. ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെയൊക്കെ പ്രാപിച്ചു കഴിയുമ്പോൾ പഴയകാലങ്ങൾ മറന്നുപോകുന്ന ഒരു ജീവിതാനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ച് ആധുനിക ക്രിസ്ത്യാനിക്കുണ്ട്. പിന്നെ പഴയ ജീവിതവും പഴയ വീടും പഴയ ജീവിതാനുഭവങ്ങളും എല്ലാം മറന്നുപോകും. നമ്മളെല്ലാം വലിയ കൂടിയവരായി മാറും. ഇവിടെ യാക്കോബ് ശ്ലീഹ പറയുക, നിന്നെ ദൈവം നടത്തിയ വഴികൾ മറന്നു പോകരുത്. മരുഭൂമിയിൽ കൂടി നിന്നെ നടത്തിയ വഴികൾ മറന്നു പോവല്ലേ. അതെ, ദൈവത്തിന്റെ കൃപയുടെ മുദ്രകൾ എണ്ണിക്കൊള്ളുവാൻ കഴിയണം എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത് ഇവിടെ യാക്കോബ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് 14-ാമത്തെ വാക്യം, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവി അല്ലയോ എന്ന് ഓർമ്മപ്പെടുത്തിയ. അതെ, ദ അൺസർട്ടനിറ്റി ഓഫ് യുവർ ലൈഫ്, നിന്റെ ജീവിതത്തിന്റെ അസ്ഥിരത, ഇപ്പോൾ കാണുന്നതും പിന്നെ ആവി പോലെ മറഞ്ഞു പോകുന്നതുമായ ജീവിതാനുഭവമാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്നറിയാമോ? നീ ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊള്ളണം. നീ ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊള്ളണം. പറയുവാൻ കഴിയണം, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പോയി വ്യാപാരം ചെയ്ത് മടങ്ങി വരും. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പല പ്രാവശ്യം പൗലോസ് ശ്ലീഹ ആവർത്തിക്കുന്നുണ്ട്, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വരും. കർത്താവ് അനുവദിച്ചാൽ കുറെ കാലം നിങ്ങളോടൊപ്പം ഞാൻ പാർക്കും. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളവർ, ഗൾഫിന്റെ പ്രദേശങ്ങളിൽ പോയിട്ടുള്ളവർക്ക് അവധിക്ക് നാട്ടിൽ വന്നാൽ നാളെ വരണേ എന്ന് പറഞ്ഞാൽ അവരുടനെ പറയും ഇൻഷാ അല്ലാ, അല്ലേ? ദൈവം അനുവദിച്ചാൽ വരാം, ദൈവം അനുവദിച്ചാൽ വരാം. നിന്റെ ഭാവിയും നിന്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് സാധിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ നമ്മുടെ വിചാരങ്ങൾ പോലെ, നമ്മുടെ ചിന്തകൾ പോലെ നാളെ സംഭവിക്കണമെന്നില്ല. ഞാൻ ഒരിടവകയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതായ വേള, ആ ഇടവകക്കാരനായ പട്ടക്കാരൻ അച്ഛൻ്റെ ആദ്യത്തെ കുഞ്ഞ് ഡെലിവറി എടുക്കുവാനായിട്ട് കൊച്ചമ്മയെ പ്രാർത്ഥിച്ച് അയക്കണം. എന്നോട് വന്ന് എന്നെ വിളിച്ചു വിട്ട് പറഞ്ഞു, എൻ്റെ സീനിയറായിട്ട് പഠിച്ച അച്ഛനാ, എന്നെ വിളിച്ചിട്ട് പറഞ്ഞടാ, നീ രാവിലെ വന്ന് എൻ്റെ ഭാര്യയെ പ്രാർത്ഥിച്ചു വിടണം. ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ വരാം. ഞാൻ രാവിലെ എന്നോട് പറഞ്ഞ സമയത്തിന് ഒരല്പം മുമ്പ് തന്നെ ഞാൻ അവിടേക്ക് ചെന്നു. അപ്പോൾ ആ ജംഗ്ഷന് ഓപ്പോസിറ്റിൽ ഒരു ആറുണ്ട്.
ഞാൻ ആ ജംഗ്ഷനിൽ ചെന്നപ്പോൾ ജംഗ്ഷനിലുള്ളവരെല്ലാരും കൂടെ ആറിന്റെ ഒരു കടവിലേക്ക് ഓടുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? ഉടനെ പറഞ്ഞു, ഇന്ന അച്ഛന്റെ സഹോദരന്റെ മകൻ ഇപ്പോൾ വെള്ളത്തിൽ പോയി. ഞാൻ ഓടി ചെന്നപ്പോൾ അച്ഛൻ ഓടി വന്നു, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എന്റെ ചേട്ടന്റെ മോനാ, രാവിലെ ഈ ഫംഗ്ഷന് വേണ്ടി വന്നതാ. ഇലയെല്ലാം തൂത്ത് തുടച്ച് അവിടെ കസേരയും മേശയും എല്ലാം ടേബിളും എല്ലാം സെറ്റ് ചെയ്ത് വീടൊക്കെ ഒരുക്കി ഭക്ഷണമൊക്കെ ഒരുക്കി എല്ലാ ക്രമീകരണവും ചെയ്തതിന് ശേഷം ഒന്ന് കുളിക്കാൻ മറ്റൊരു സഹോദരന്റെ കൂടെ വന്നതാ. അവൻ ആഴത്തിലോട്ട് പോയി. എൻ്റെ അച്ഛാ, എനിക്കറിയത്തില്ല. പ്രിയമുള്ളവരെ, അടുത്ത ദിവസമാണ് പിന്നെ ആ ചെറുപ്പക്കാരനെ കിട്ടുവാനായിട്ട് ഇടയായത്. ഞാൻ ആ ഭവനത്തിൽ കയറി. എനിക്കൊരിക്കലും മറക്കുവാൻ കഴിയില്ല. അന്ന് എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായി ഞാൻ എന്ത് ചെയ്യേണ്ടു നിനക്ക് യേശുവരാന്നുള്ള പാട്ട് പാടുവാൻ പോയ ഞാൻ, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടുമെന്നുള്ള പാട്ട് പാടേണ്ടതായ സാഹചര്യമുണ്ടായി. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ഭവനത്തിന്റെ ഒക്കെ ബാലൻസ് തെറ്റിപ്പോകാം. ഒരു നേരം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതിഗതികൾ മാറിപ്പോകാം. നാളെ എന്താ, അടുത്ത നിമിഷം എന്താ സംഭവിക്കുക എന്നുള്ളത് എനിക്ക് നിങ്ങൾക്കും ഒരിക്കലുമേ നിശ്ചയിക്കുവാനും പറയുവാനും കഴിയില്ല എന്നുള്ളത് ഇവിടെ യാക്കോബ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തിയ. അതുകൊണ്ട് നീ പറയുമ്പോൾ പറയണം, ദൈവത്തിന് ഇഷ്ടമാകുന്നുവെങ്കിൽ, ദൈവത്തിന് ഹിതമാകുന്നുവെങ്കിൽ, ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറയുവാൻ സാധിക്കണം. അതായത് യാക്കോബ് ഓർമ്മപ്പെടുത്തുന്നത്, നിന്റെ ചിന്തകളും നിന്റെ സംസാരങ്ങളും എല്ലാം ദൈവകൃപയിൽ ശരണപ്പെട്ടതായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാനിങ്ങനെ ഒരു കഥ കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. വളരെ ലളിതമായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് സൂഫി സന്യാസികൾ എന്ന് പറയുന്നത്. ഒരു സൂഫി സന്യാസി, അദ്ദേഹത്തിന്റെ പേര് ഹബീബ് എന്നാണ്. ഹബീബ്, അദ്ദേഹത്തിന് ഒരു പ്രത്യേകത, ആകപ്പാടെ ഒറ്റ വസ്ത്രമേ ഉണ്ടാകൂ. ഈ വസ്ത്രം അദ്ദേഹം കുളിക്കാൻ നേരം ആദ്യം വസ്ത്രം കഴുകി കരയിൽ ഉണക്കാൻ ഇട്ടതിന് ശേഷമാണ് കുളിക്കുവാൻ ഇറങ്ങുന്നത്. കുളിച്ച് കഴിഞ്ഞ് തിരിച്ചു കയറുമ്പോഴേക്കും ഈ വസ്ത്രം എടുത്തുകൊണ്ടാണ് പിന്നീട് യാത്ര ചെയ്യുന്നത്. ഒരിക്കൽ അദ്ദേഹം കുളിക്കുവാനായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് പതിവ് പോലെ വസ്ത്രമൊക്കെ കഴുകി അദ്ദേഹം കരയ്ക്ക് വിരിച്ചിട്ടുണ്ട്. ആ സമയത്താണ് അതുവഴി അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം പള്ളിയിലെ ഇമാം നടന്നു വന്നു. അദ്ദേഹം നോക്കിയപ്പോൾ ഹബീബ് കുളിക്കുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രം കരയ്ക്ക് വിരിച്ചിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനാകെ ടെൻഷനായി. എൻ്റെ ദൈവമേ, കുരങ്ങന്മാരൊത്തിരി ഉള്ളതായ സ്ഥലമാ, വല്ല കുരങ്ങനും വന്ന് ഈ വസ്ത്രം എടുത്തുകൊണ്ട് പോയാൽ ഹബീബ് പിന്നെ എങ്ങനെയാ യാത്ര ചെയ്യുക? ഇനി വല്ല മനുഷ്യന്മാരും വന്ന് ഈ വസ്ത്രം എടുത്തുകൊണ്ട് പോയാൽ ഹബീബ് ആകെ വിഷമത്തിലാകുമല്ലോ. അദ്ദേഹം ആ കരയിൽ ആ വസ്ത്രത്തിന് കാവലായി ഹബീബ് കുളിച്ചിട്ട് തിരിച്ചു കയറി വരുന്നത് വരെയും അവിടെ ഇരുന്നു. കയറി വന്നപ്പോൾ ഈ ഇമാം ഹബീബിനോട് ചോദിച്ചു, എന്നാ പണിയാ കാണിച്ചേ? ആ പാടെ ഒരു വസ്ത്രവുമുണ്ട്, അതെടുത്ത് കരയിൽ ഇട്ടിട്ട് കുളിക്കാൻ ഇറങ്ങി തിരിച്ചു കയറി വരുമ്പോൾ ഈ വസ്ത്രമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പിന്നീട് പോവും, യാത്ര ചെയ്യും? ഉടനെ ഈ സൂഫി സന്യാസി ഈ ഇമാമിനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചാണ് എൻ്റെ വസ്ത്രം ഇവിടെ ഇട്ടേച്ച് പോയത്. കാവൽ നിൽക്കുവാൻ അവർ ഒരാളെ അയക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇന്ന് കാവൽ നിൽക്കുവാൻ അവൻ നിങ്ങളെയാണ് നിയോഗിച്ചത്. ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ജീവിതത്തെ നയിപ്പാൻ കഴിയുന്നവർക്ക് യാതൊരു മുട്ടുമുണ്ടാകുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. 23-ാം സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തും. അതെ, യഹോവ എൻ്റെ ഇടയനാ, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ആമീൻ. 134-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല.
ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിന്റെ ഭാവി പദ്ധതികൾ ദൈവത്തിൽ ശരണം ഏൽപ്പിക്കുവാൻ, ദൈവത്തിൽ വെക്കുവാൻ സാധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയുവാനായിട്ട് ആഗ്രഹിക്കുക. എൻ്റെ മൂത്ത മകൻ, അവനിപ്പോൾ മെഡിസിന് 3-ാം വർഷം കഴിഞ്ഞു, 4-ാം വർഷത്തിലേക്ക് കയറി. സ്റ്റെഫിൻ എന്നാണ് അവൻ്റെ പേര്. അവന് 2.5 വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ, ഞങ്ങളിവിടെ ഇടമൺ ഉറുകുന്ന ശുശ്രൂഷ ചെയ്തിരുന്ന സമയത്താണ് അവൻ ജനിച്ചത്. പുനലൂരുള്ള ദീൻ ഹോസ്പിറ്റലിലായിരുന്നു അവൻ ജനിച്ചത്. അവന് 2.5 വയസ്സുണ്ടായിരുന്നപ്പോൾ അവന് നിൽക്കാൻ പറ്റുന്നില്ല. മുട്ടിനു വേദന, മുട്ടിൽ നോക്കിയപ്പോൾ അല്പം നീരുമുണ്ട്, ചെറിയ പനിയുണ്ട്. ഞങ്ങൾ അന്നേരം തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുക. ഉടൻ തന്നെ അവിടെയുള്ള ഒരു ഡോക്ടറെ കാണിക്കുവാനായിട്ട് പോയി. ആദ്യം ഞാൻ വിചാരിച്ചു ഇത് ഈ ജോയിന്റ് പെയിനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു മറ്റെന്തെങ്കിലും വാദത്തിന്റെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും, ആർത്രൈറ്റിസോ വല്ലതും ആയിരിക്കുമെന്ന് വിചാരിച്ചു. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഡോക്ടർ എന്നോട് പറഞ്ഞു, അടുത്ത ദിവസം ഉച്ചയ്ക്ക് വന്നാൽ മതി, റിസൾട്ട് തരാം. ഉച്ചയ്ക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ ഡോക്ടർ എന്നെ 9:30 ആയപ്പം രാവിലെ ഫോണിൽ വിളിച്ചു. അച്ഛൻ എത്രയും വേഗം ഹോസ്പിറ്റൽ വരെ ഒന്ന് വരണം, എന്നെ വന്നൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് കർത്താവ് തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ബൈക്കെടുത്ത് ഓടി തിരുവനന്തപുരത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്നെ വിളിച്ചിരുത്തി ഇതൊക്കെ സംസാരിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്നോട് പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്താ വിളിച്ച കാര്യം പറ, അവൻ്റെ റിസൾട്ട് കിട്ടിയോ, എന്താണ് അവൻ്റെ അസുഖം? ഡോക്ടർ പറഞ്ഞു, അച്ഛൻ വിഷമിക്കണ്ട, ധൃതി വെക്കണ്ട, അവന് കാര്യമായ ചില പ്രയാസങ്ങളുണ്ട്, അച്ഛൻ അവന് ട്രീറ്റ്മെന്റ് എടുക്കണം. ഞാൻ അപ്പോൾ അങ്ങോട്ട് ചോദിച്ചു, ഡോക്ടറെ ലുക്കീമിയാണോ? ബ്ലഡിലുള്ള ഏറ്റവും വലിയ രോഗമെന്ന് എനിക്ക് അന്ന് വരെ അറിയാവുന്നത് ബ്ലഡ് ക്യാൻസറാ. ഞാൻ ചോദിച്ചു, ഡോക്ടറെ ലുക്കീമിയാണോ അസുഖം? ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അതെ അച്ഛാ, മോൻ അതാണ് അസുഖം. അച്ഛൻ ഇവിടെയുള്ള RCCയിൽ അവനെ എത്രയും വേഗത്തിൽ അഡ്മിറ്റ് ചെയ്യണം, അവന് ട്രീറ്റ്മെന്റ് എടുക്കണം. ഞാനാകെ തകർന്നു. മടങ്ങി ഭവനത്തിലേക്ക് പോയി. ഡോക്ടർ തന്നെ RCCയിലെ പീഡിയാട്രിക് വിഭാഗത്തിൽ വിളിച്ച് അവിടുത്തെ ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടുത്ത ദിവസത്തേക്ക് അപ്പോയിൻമെന്റ് എടുത്തു. എന്നെ വിളിച്ച് ആ കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അടുത്ത ദിവസം RCCയിലെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡായിട്ടുള്ള ഡോക്ടർ കുസുമകുമാരിയെ കാണിക്കുവാനായിട്ട് ചെന്നു. അവരെ വീണ്ടും ബ്ലഡ് ടെസ്റ്റിനെല്ലാം എഴുതി തന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ കുഞ്ഞുമായി ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഈ റിസൾട്ട് എല്ലാം കൈ കെട്ടി. ഞാൻ ഈ റിസൾട്ടും കുഞ്ഞിനെയും കൊണ്ട് ഈ ഡോക്ടറുടെ മുൻപിൽ നിൽക്കുക. ഡോക്ടർ എൻ്റെ നിന്നും ഈ റിസൾട്ട് വാങ്ങിയെല്ലാം നോക്കിയിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഫാദറിന്റെ കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ആണ്, ലുക്കീമിയാണ്. 2.5 വർഷത്തെ ട്രീറ്റ്മെന്റ് ഉണ്ട്, 2.5 വർഷത്തെ ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് പറഞ്ഞു. അവന് 2.5 വയസ്സ് മാത്രമേ ഉള്ളൂ. ഉടനെ എനിക്ക് ആകെ സങ്കടമായി. ഞാൻ അല്പനേരം അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ഞാൻ ഈ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ 2.5 വർഷത്തെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് സൗഖ്യമാകുമോ, അവൻ രക്ഷപ്പെടുമോ? ഡോക്ടർ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഫാദറെ, ഇവിടെ വരുന്ന കുഞ്ഞുങ്ങളിൽ 60% കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്, 40% കുഞ്ഞുങ്ങൾ നഷ്ടമായി പോകുന്നുണ്ട്. ഫാദറിന്റെ കുഞ്ഞ് 60% വരുമോ 40% വരുമോ എന്ന് പറയാൻ തക്കണമുള്ള ജ്ഞാനം എനിക്കില്ല. ഉയരത്തിലൊരു ശക്തിയുണ്ട്, അങ്ങോട്ട് ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. കുപ്പായമിട്ടിരിക്കുന്ന എന്നോട് RCCയിലെ പീഡിയാട്രിക്കിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ കുസുമകുമാരിയുടെ ആദ്യത്തെ സുവിശേഷ പ്രസംഗമാണ്. ഉയരത്തിലൊരു ശക്തിയുണ്ട്, അങ്ങോട്ട് ചോദിച്ച.
മറ്റേത് രോഗം വന്നാലും, ചിക്കൻ ബോക്സ് വന്നാൽ നമ്മൾ പറയും 16 ദിവസം കഴിഞ്ഞാൽ കുളിക്കാം. പനി വന്നാൽ നമ്മൾ പറയും മരുന്ന് കഴിച്ചാൽ 7 ദിവസം, മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഒരാഴ്ച. കണ്ണുദീനം വന്നാലും നമ്മൾ പറയും ഏത് അസുഖം വന്നാലും ഇത്ര നാൾ കഴിയുമ്പോൾ സുഖമാകും. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയാ ഉയരത്തിലൊരു ശക്തിയുണ്ട്, അങ്ങോട്ട് ചോദിക്കും. അന്ന് രാത്രിയിൽ ഞാൻ ഭവനത്തിൽ ചെന്ന് കുഞ്ഞിനെ അവൻ കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ കട്ടിലിൻ്റെ അരികിൽ മുട്ടുകുത്തി രാത്രിയുടെ പല യാമങ്ങളിൽ മുട്ടുകുത്തി കണ്ണുനീരൊഴുക്കി ദൈവസന്നദ്ധിയിൽ നിലവിളിക്കുവാനായിട്ടിടയായി. 2.5 വർഷത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. അവസാനത്തെ ടെസ്റ്റ് നടത്തി. അതിൻ്റെ റിസൾട്ടുമായി ഞാൻ ഈ ഡോക്ടർ കുസുമകുമാരിയെ കാണുവാൻ ചെന്നു. കുഞ്ഞും എന്നോടൊപ്പമുണ്ട്. ഈ റിസൾട്ട് വാങ്ങി നോക്കിയിട്ട് ഡോക്ടറിന് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഈശോ മശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ നീ ശരണപ്പെട്ടാൽ, ദൈവത്തിൽ നീ ആശ്രയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല എന്നുള്ളതിന് യാതൊരു സംശയമുണ്ട്. കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ ഗോഡ്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും, ഞാനോ എൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. അതെ, എനിക്ക് ആശ്രയം വെക്കുവാനുള്ള ഇടം ദൈവസന്നദ്ധി മാത്രമാകുന്നു എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യാക്കോബ് പറയുക, നീ അതുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ടോണം. ദൈവത്തെ വിട്ടൊരു സംസാരം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ദൈവത്തെ വിട്ടൊരു ഇടപാട് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ദൈവത്തെ വിട്ടൊരു ആലോചനയോ തീരുമാനമോ. പ്രിയമുള്ളവരെ, ഈ പുതിയ വർഷം ദൈവത്തെ വിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാവരുത്. കർത്താവേ, നിന്നെ വിട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നീ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, അതിൻ്റെ 17ാമത്തെ വാക്യത്തിൽ പറയുക, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തത് അത് പാപമാണ്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തത് പാപമാണ്. ഡു ദ ഗുഡ് വാട്ട് യു നോ. നിനക്ക് അറിയാവുന്ന നന്മ ചെയ്യുവാൻ സാധിക്കണം. ഡൂയിങ് റോങ് ഈസ് സിൻ. അത് നമുക്കറിയാം. തെറ്റ് ചെയ്യുന്നത് പാപമാണ്, യാതൊരു സംശയം വേണ്ട. തെറ്റ് ചെയ്യുന്നത് പാപമാണ്. എന്നാൽ യാക്കോബ് ശ്ലീഹ ഒരു പടിയും കൂടി കടന്നിട്ട് ഇവിടെ പറയുക, നോട്ട് ഡൂയിങ് റൈറ്റ് ഈസ് ഓൾസോ സിൻ. ശരിയായിട്ടുള്ളത് ചെയ്യാതെ ഇരിക്കുന്നതും പാപമാണ്. ശരിയായുള്ളത് ചെയ്യാതെ ഇരിക്കുന്നതും പാപമാണ്. അതെ, നന്മ ചെയ്യുവാൻ അവസരമുള്ളപ്പോൾ അത് ചെയ്തു കൊള്ളണം എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ജീവിതത്തിൽ ഓരോ ദിവസവും ഒരു നന്മയെങ്കിലും ചെയ്യുമെന്ന് തീരുമാനിക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമെന്ന് തീരുമാനിക്കുവാൻ കഴിയുമോ? ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പാപ്പ ആയിരുന്നുവല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ഒരു ആൾ രൂപമായിട്ട് അദ്ദേഹത്തെ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. മാർപ്പാപ്പയായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതിൻ്റെ അടുത്ത ദിവസം അദ്ദേഹം താമസിക്കുന്നതായ സാന്താ മാർത്തയിലെ ഭവനത്തിൽ രാവിലെ അദ്ദേഹം എഴുന്നേറ്റ് അദ്ദേഹത്തിന് വാതിൽ തുറന്നപ്പോൾ രാത്രി മുഴുവൻ അദ്ദേഹത്തിന് കാവൽ നിൽക്കുന്ന ഒരു കാവൽക്കാരനെയാണ് കാണുന്നത്. അസ്ഥി കൊച്ചി മരവിക്കുന്നതായ തണുപ്പത്ത് കാവൽക്കാരൻ ഒരു ചലനം പോലുമില്ലാതെ വളരെ അറ്റൻഷനായിട്ട് നിൽക്കുക. മാർപ്പാപ്പ അദ്ദേഹത്തോട് ചോദിച്ചു, ഉറങ്ങുവാൻ പറ്റിയോ? അദ്ദേഹം പറഞ്ഞില്ല, ദിസ് ഈസ് മൈ ഡ്യൂട്ടി. ഞാൻ രാത്രി മുഴുവൻ ഇവിടെ ഒറ്റ നിപ്പാണ്. അല്പനേരം ഇരുന്നു കൂടെ? മാർപ്പാപ്പ ഉടനെ ഒരു കസേര കൊണ്ടിട്ട് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ദിസ് ഈസ് മൈ ഡ്യൂട്ടി. മാർപ്പാപ്പ പറഞ്ഞു,
ഈ റോമിന്റെ അധിപനായ ഞാൻ പറയുന്നു, ഇരിക്കവിടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പട്ടാളക്കാരൻ പെട്ടെന്ന് ഇരുന്നു. മാർപ്പാപ്പ വേഗം അകത്ത് പോയി 2-3 സ്ലൈസ് ബ്രെഡ് എടുത്ത് ചൂടാക്കി ഒരു ചൂട് ചായയും ഇട്ട് ഈ മനുഷ്യന് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഈ ചായ കുടിക്ക്, ഈ ബ്രെഡ് കഴിക്ക്, നല്ല ക്ഷീണം കാണുമല്ലോ. ഇത് പേപ്പറിൽ വന്നതായ വാർത്തയാ. നന്മയുള്ള ഹൃദയമുള്ളവരായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നന്മയുള്ള ഹൃദയമുള്ളവരായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സൺഡേ സപ്ലിമെന്റ് ഒരുപക്ഷെ നിങ്ങൾ വായിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുക. കോട്ടയത്തുള്ളതായ ഒരു PU തോമസ് സാറിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെയുള്ള നവജീവൻ ട്രസ്റ്റിന്റെ ആരംഭം കുറിച്ചതായ വ്യക്തി PU തോമസ് സാർ. ഞാൻ സെമിനാരിൽ പഠിച്ചപ്പോൾ ഈ PU തോമസ് സാർ ഒരു ദിവസം സെമിനാരിൽ ഞങ്ങളോട് സംസാരിക്കുവാനായിട്ട് വന്നു. അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യം അദ്ദേഹം ഞങ്ങളോട് പങ്കുവെച്ചു. ഒരു വെള്ള ഡബിൾ മുണ്ടും എടുത്ത് ഒരു വെള്ള ഷർട്ടും ഇട്ട്, ഫുൾ കൈ ഷർട്ട് കൈ കയറ്റി ചുരുട്ടി മടക്കി വെച്ചിട്ടുള്ളതായ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. കോട്ടയം മെഡിക്കൽ കോളേജിലെ പിയൂണായിട്ട് ജോലി ആരംഭിച്ചതായ മനുഷ്യൻ. പിയൂൺ ജോലിക്ക് വേണ്ടി എല്ലാ ദിവസവും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അദ്ദേഹം ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഒരു പൊതി കയ്യിൽ കരുതുമായിരുന്നു. എന്നാൽ അദ്ദേഹം പറയുക, ഒരിക്കൽ പോലും ഒരു ദിവസം പോലും എനിക്ക് ഉച്ചഭക്ഷണം കഴിക്കുവാനായിട്ട് ഇടയായിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ, എന്നേക്കാൾ ആവശ്യക്കാരായി ഒരു നേരം പോലും ഭക്ഷണം കഴിക്കുവാൻ നിവൃത്തിയില്ലാത്ത രോഗികൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നോക്കിയിട്ട് എനിക്കെങ്ങനെ മാറിയിരുന്ന് ഈ ഉച്ചഭക്ഷണം പൊതിച്ചോറ് തുറന്ന് കഴിക്കുവാൻ കഴിയുക. ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ പൊതിച്ചോറ് ആർക്കെങ്കിലും അങ്ങനെ പാവപ്പെട്ടവരെ കാണുമ്പോൾ കൊടുക്കുക പതിവായി. പിന്നീട് വന്ന് ഒരു പൊതിച്ചോറിന് പകരം 2 പൊതിച്ചോറ് കൊണ്ടുവന്നു. പിന്നെ അത് 3 ആയി, 5 ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഒരു ആശയം ഉദിച്ചു. ഉച്ചഭക്ഷണം വിളമ്പുക. സന്മനസ്സുള്ളവർ സുമനസ്സുകൾ സഹകരിച്ചു. ഹോസ്പിറ്റലിലെ സ്റ്റാഫൊക്കെ അതിൽ സഹകരിച്ചു. അങ്ങനെ ഉച്ചഭക്ഷണം വിളമ്പുവാനായിട്ട് ഇടയായി. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഒരു ദിവസം 2000-ലധികം പേർക്ക് ഉച്ചഭക്ഷണം നൽകുവാൻ ഞങ്ങളുടെ സ്ഥാപനത്തിൽ കൂടി സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഉച്ചഭക്ഷണം വിളമ്പുന്ന കാര്യം മാത്രമല്ല, മാനസിക രോഗത്താൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ വ്യക്തികൾ, മാതാപിതാക്കൾ നൈസായിട്ട് മക്കളൊക്കെ തെറ്റായ അഡ്രസ്സ് പറഞ്ഞു കൊടുത്ത് അങ്ങ് മുങ്ങും. പിന്നെ ഏറ്റെടുക്കുവാൻ ആരുമില്ല. PU തോമസ് സാർ അവരെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുവാനായിട്ട് തുടങ്ങി. ആദ്യം അദ്ദേഹവും മക്കളും ഭാര്യയും അടുക്കളയിൽ കിടന്നുകൊണ്ട് ആകെ ഉണ്ടായിരുന്ന ഒരു മുറിയിൽ ഇങ്ങനെയുള്ള രോഗികളെ അദ്ദേഹം താമസിപ്പിച്ചു. പിന്നെ അവർക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങി. ആരും ഏറ്റെടുക്കുവാനില്ലാത്ത കുഞ്ഞുങ്ങൾ, അനാഥ കുഞ്ഞുങ്ങൾ ഇദ്ദേഹം എടുത്തുകൊണ്ട് ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. ഭാര്യ അവരെ വളർത്തുവാൻ തുടങ്ങി. അങ്ങനെ ഒരു ബാലമന്ദിരം ആരംഭിക്കുവാനായിട്ടിടയായി. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിൽ കൂടി അശരണരുടെ, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്ന ഒരു PU തോമസ് സാർ, പിയൂണായ ഒരു PU തോമസ് സാർ. സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഇത്രമാത്രം ചെയ്യുവാൻ കഴിയുമെങ്കിൽ ദൈവം തമ്പുരാൻ എത്രമാത്രം സാധ്യതകളുമായിട്ടാ എന്നെ നിങ്ങളെയും ഈ ഭൂമിയുടെ പരപ്പിലേക്ക് അയച്ചിട്ടുള്ളത്. എത്രമാത്രം നന്മയുള്ളവരായി തീരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എത്രമാത്രം നന്മയുള്ളവരായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. ഒരു മാതാവ് 86 വയസ്സ് വരെ ജീവിച്ച് മരിച്ചു. അടക്കം ചെയ്തതിന് ശേഷം അവിടെ ഗ്രാനൈറ്റിൽ പേരും അഡ്രസ് കാര്യങ്ങളുമൊക്കെ എഴുതി വെച്ചു. അപ്പോൾ മക്കൾ വന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ആ ഗ്രാനൈറ്റിൽ ഞങ്ങൾക്കൊരു വാചകം എഴുതി വെക്കണം. അച്ഛനൊരു വാചകം ഒന്ന് പറഞ്ഞു തരാമോ? ഉടനെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, സെൻഡ് without opening the cover. Send back without opening the cover. ഈ കവർ പൊട്ടിക്കാതെ മടക്കി അയക്കുക. എങ്ങനെ ഇങ്ങോട്ട് വന്നോ? ഒരു നന്മയും ചെയ്യാതെ, ദൈവത്തിന് ഗുണമുള്ളതൊന്നും ചെയ്യാതെ
അങ്ങനെ ജീവിച്ച് മരിച്ച് അതുപോലെ തിരിച്ചയക്കുക. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം അപ്രകാരം ആയിത്തീരുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ അഭിമന്യ ക്രിസോസ്റ്റം തിരുമേനി ജന്മശതാബ്ദി ആഘോഷിച്ചതായ വേളയിൽ ഒരു പത്രക്കാരൻ വന്ന് ഇന്റർവ്യൂ നടത്തുവാനായിട്ട് ഇടയായി. ഉടനെ ക്രിസോസ്റ്റം തിരുമേനിയോട് ഈ പത്രക്കാരൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, തിരുമേനിക്ക് ഇനിയും എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഉടനെ തിരുമേനി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇനിയും ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? എനിക്ക് ഇനിയും ജീവിക്കണം, എനിക്കിനിയും ജീവിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണം, എനിക്കിനിയും ജീവിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണം. എന്നെ കേൾക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും 50 വയസ്സിന് മുകളിലോട്ടുള്ളവരാണ് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഈ സിനിമയൊക്കെ കാണുവാണെങ്കിൽ ഒരു ഇന്റർവെൽ ഉണ്ടല്ലേ, ഇന്റർവെൽ വരെ തമാശയും പാട്ടും മരം ചുറ്റി പ്രേമവും ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളാണ്. നമ്മൾ ഒത്തിരി ചിരിക്കുന്നതൊക്കെ ഇന്റർവെൽ വരെയാ. ഇന്റർവെൽ കഴിയുമ്പോഴത്തേക്കും സിനിമ പിന്നെ സീരിയസ് ആകും. പിന്നെ സിനിമയുടെ ഓരോ പോക്കും അതിന്റെ ക്ലൈമാക്സിലേക്കുള്ള യാത്രയാ. ക്ലൈമാക്സ് എന്താണെന്നറിയാതെ ഏറ്റവും അവസാനം വലിയൊരു ട്വിസ്റ്റും അങ്ങനെ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ജീവിതത്തിന്റെ ഇന്റർവെല് കഴിഞ്ഞവരാ ഞാനും നിങ്ങളുമൊക്കെ. ക്ലൈമാക്സിലേക്കുള്ള യാത്രയിൽ ശ്രദ്ധയോട് ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയണം. നന്മയുള്ളവരായി ജീവിപ്പാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവർക്ക് നന്മ നൽകുവാൻ നമ്മുടെ ജീവിതത്തിൽ കൂടെ ഇടയാവണം. നന്മ ചെയ്യുവാൻ അറിയാമായിരുന്നിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ് എന്ന് യാക്കോബ് ശ്ലീഹ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നിനക്ക് അറിയാവുന്ന നന്മ ചെയ്യുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയണം എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുക. അപ്പൊ ഈ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ജീവിതം ഒരു അഭിഷേകം എന്ന് പറയുന്ന പുസ്തകം ഈ അടുത്ത സമയത്താണല്ലോ റിലീസായത്. ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. തിരുമേനി അതിനകത്ത് ഒരനുഭവം ഇപ്രകാരം വിവരിക്കുന്നുണ്ട്. കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൽ അഭിയുന്ന തിരുമനസ് കൊണ്ട് ശുശ്രൂഷ ചെയ്തിരുന്നതായ വേളയിൽ പുലിക്കയം മർത്തോമ പള്ളിയുടെ വികാരിയായ ബഹുമാനപ്പെട്ട PC ജെയിംസ് അച്ഛൻ, ഇപ്പോൾ സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന PC ജെയിംസ് അച്ഛൻ ഒരു ദിവസം തിരുമേനിയെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി, എന്റെ ഇടവകയിൽ ഒരു കുടുംബത്തെ സ്നാനപ്പെടുത്തണം, തിരുമേനിക്ക് ഒന്ന് വരാമോ? ഉടനെ തിരുമേനി ചോദിച്ചു, ആ കുടുംബത്തെ സ്നാനപ്പെടുത്താൻ അച്ഛന് പറ്റില്ലേ? ഞാൻ എന്തിനാ വരേണ്ടത്? അതിന്റെ ആവശ്യകത എന്താ? ഉടനെ PC ജെയിംസ് അച്ഛൻ കഥ പറഞ്ഞു. PC ജെയിംസ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, തിരുമേനി, എൻ്റെ ഇടവകയിൽ ഒരു നല്ല ഭക്തിയുള്ള കുടുംബമുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കൃത്യമായിട്ടും അവർ കുടുംബ പ്രാർത്ഥന നടത്തും. അപ്പനും അമ്മയും മക്കളും കൂടി ചേർന്ന് അവർ ഉച്ചത്തിൽ പാട്ടുപാടും, അവർ വേദപുസ്തകം വായിക്കും, അവർ ഉച്ചത്തിൽ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും ഇവരുടെ പ്രാർത്ഥന കേൾക്കുന്ന അയൽക്കാരിയായിട്ടുള്ള ഒരു ഹൈന്ദവ കുടുംബമുണ്ട്. ആ കുടുംബം വലിയ പ്രയാസത്തിൽ കൂടിയാ കടന്നു പോകുന്നത്. കുടുംബത്തിന്റെ പ്രയാസം എന്താണെന്ന് വെച്ചാൽ, ആ വീട്ടിലെ അപ്പൻ, അതായത് അവരുടെ അച്ഛൻ, ഹസ്ബൻഡ്, അദ്ദേഹം വലിയൊരു മദ്യപാനിയാണ്. എല്ലാ ദിവസവും മദ്യപിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ കലഹമുണ്ടാക്കും. കുഞ്ഞുങ്ങൾക്ക് ഭയമാ, ഈ ഭാര്യയ്ക്ക് ഭയമാ. ആ വീട്ടിലൊരു സ്വസ്ഥതയുമില്ല, ആകെ അന്ധകാരം പിടിച്ച അനുഭവം. ഈ സ്ത്രീ ഒരല്പം സ്വസ്ഥതയും ആശ്വാസം കണ്ടെത്തുന്നത് അയൽവക്കത്തെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്താണ്. ആ സമയത്ത് അവർ വീടിന് പുറത്തു വന്ന് വരാന്തയിൽ ഇരുന്നുകൊണ്ട് അവരുടെ പാട്ട് കേൾക്കും, അവരുടെ പ്രാർത്ഥന കേൾക്കും, അവരുടെ വേദപുസ്തക വായന കേൾക്കും. അതവരുടെ ഹൃദയത്തിൽ വലിയൊരു സമാധാനമായി മാറി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ നിന്നും ഈ മർത്തോമക്കാരന്റെ ഭവനത്തിന്റെ ഈ വരാന്തയിൽ വന്നിരുന്ന് ഈ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുവാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാർ മനസ്സിലാക്കുന്നു, ഇവർ എല്ലാ ദിവസവും ഇവിടെ വന്നിരുന്നത് തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്ന്. പിന്നീട് വീട് അവർക്കായി തുറന്നു കൊടുത്തു. അവർ വീട്ടിനുള്ളിൽ വന്നിരുന്ന് ഇവരോടൊപ്പം കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനിടയായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മദ്യപാനിയായ അപ്പൻ
ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചില മാറ്റമുണ്ടായി. അദ്ദേഹവും ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നു. അവർ പിന്നീട് പള്ളിയിൽ വരുവാൻ തുടങ്ങി, വലിയ വിശ്വാസികളായി മാറി. ഇന്നവർക്ക് മാമോദിസ സ്വീകരിച്ച് സഭയിൽ ചേരണം. അതുകൊണ്ടാ തിരുമേനി ഞാൻ പറഞ്ഞത്, തിരുമേനിക്കൊന്ന് വന്ന് അവരുടെ മാമോദിസ നടത്തിക്കൊടുക്കാമോ? തിരുമേനി പറഞ്ഞു, ഞാൻ വരാം, ഞാൻ അവരുടെ മാമോദിസ നടത്തിക്കൊടുക്കാം. ഇവിടെയാ പ്രിയമുള്ളവര്, ഓരോ മാർത്തോമക്കാരനും ഓരോ സുവിശേഷകനായി മാറുന്നത്. ഇവിടെയാ ഓരോ മാർത്തോമക്കാരനും ഓരോ സുവിശേഷകനായി മാറുന്നത്. വലിയ പ്രസംഗം പ്രസംഗിക്കാനൊന്നും പോകണ്ട. നന്മയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ഹൃദയത്തിൽ നന്മയുള്ളവരായി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത് ആവശ്യമാണ്. അതെ, നന്മ ചെയ്യുവാൻ അവസരം കിട്ടിയിട്ടും അത് ചെയ്യാത്തത് പാപമാണ് എന്ന് ഇവിടെ യാക്കോബ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയുക, അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവി അല്ലോ. എന്തിനെ കുറിച്ചാ പറയുന്നത്? മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവി അല്ലയോ. ലൈഫ് ഈസ് വെരി ഷോർട്ട്. എൻ്റെ നിങ്ങളുടെയും ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറിയതാ, വളരെ ചെറുതാ. അതിനി 100 വയസ്സ് വരെ ജീവിച്ചെന്ന് പറഞ്ഞാൽ പോലും ഇത് ചെറുതാ, യാതൊരു സംശയവും വേണ്ട. ഞാനത് ചോദിക്കട്ടെ, നിത്യത എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ് എന്ന് പറയാമോ പിള്ളേർ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? എത്ര വർഷമാണ്? അയ്യോ, നിത്യത എന്ന് പറഞ്ഞാൽ എത്ര വർഷമാ? പറയാൻ പറ്റില്ല അല്ലേ? പറയാൻ പറ്റില്ല. അത് ഇറ്റേണല്ല, അത് നിത്യമാ, അതിന് അവസാനമില്ല. അങ്ങനെയാണെങ്കിൽ ഈ നിത്യതയുടെ എത്ര പെർസെന്റേജാ 100 വർഷം എന്ന് പറയുന്നത്? അതും പറയാൻ പറ്റില്ല, അതും പറയാൻ പറ്റില്ല. അതും കണക്ക് കൂട്ടാൻ പറ്റുന്ന കമ്പ്യൂട്ടർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീവിതം വളരെ ചെറുതാണ് എന്നുള്ളത് ഓർത്തിരിക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഇവിടെ പിണങ്ങാനും വൈരാഗ്യം തീർക്കാനും വഴക്കടിക്കാനും പിരിഞ്ഞു പോകാനും ഒന്നും ഇവിടെ സമയമില്ല. നന്മ ചെയ്യുവാനുള്ള സമയം മാത്രമേ ഉള്ളൂ. നല്ലത് ചിന്തിക്കാനുള്ള സമയമേ ഉള്ളൂ. നല്ലത് പറയുവാനുള്ള സമയമേ ഉള്ളൂ. ജീവിതം വളരെ ചെറുതാണ് എന്നുള്ളത് ഓർത്തിരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് ഇതിനെ വിലയുള്ളതായി കൈകാര്യം ചെയ്യുവാൻ നമുക്ക് കഴിയണം. വിലയുള്ളതാക്കി തീർക്കുവാൻ, അർത്ഥപൂർണമാക്കി തീർക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുവാൻ നമുക്ക് കഴിയണം. യാക്കോബ് ശ്ലീഹ പറയുന്നു, ലൈഫ് ഈസ് വെരി ഷോർട്ട്, ഇറ്റ് ഈസ് ഫ്രജൈൽ ആൻഡ് ഇറ്റ് ഈസ് അൺസർട്ടൈൻ. അത് വളരെ ചെറുതാണ്, അത് എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകാവുന്നതാണ്. ആ വലിയ അനിശ്ചിതത്വങ്ങളുടെ മധ്യയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം അഭിയുന്ന തീത്തോസ് തിരുമനസ് കൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി, ഈ ദിവസങ്ങളിൽ പല ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനിടയായി. ഒരെണ്ണം 32 വയസ്സ്, മറ്റൊന്ന് 52 വയസ്സ്, മറ്റൊന്ന് 82 വയസ്സ്. പല പ്രായപരിധിയിലുള്ളവരാണ് നമ്മുടെ ഇടയിൽ നിന്നും പെട്ടെന്ന് മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഞാൻ ഉണ്ടാകുമോ, നാളെ എൻ്റെ സ്ഥിതി എന്തായി തീരും എന്നുള്ളതിനെ കുറിച്ച് ആർക്കുമേ ഒന്നുമേ പ്രവചിക്കുവാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ കർത്താവിനോടുകൂടി ചേർന്ന് നിന്റെ ജീവിതത്തെ നയിപ്പാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. പ്രിയമുള്ളവരെ, തുടക്കത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കണം നമ്മുടെ അന്ത്യം. നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ, നല്ല അവസാനത്തെ നീ എനിക്ക് നൽകണമേ, നല്ല അവസാനത്തെ നീ എനിക്ക് നൽകണമേ. ഹാനോക്ക് എന്ന് പറയുന്നതായ ഒരു ഭക്തനായ മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. എവിടെയാ? ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ. വേദപുസ്തകത്തിൽ 2 ഹാനോക്കന്മാരുണ്ട്. അതിൽ ഈ ഭക്തനെ കുറിച്ച് പറയുന്നത്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ
കാണാതെയായി എന്നാ പറയുന്നത്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അതെ, ദൈവത്തോട് നടന്ന് നടന്ന് സ്വർഗത്തിലേക്ക് നടന്നു കയറിയ മനുഷ്യനായിരുന്നു ഹാനോക്ക് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എത്രയായിരുന്നു ഹാനോക്കിന്റെ ആയുഷ്കാലം? 365 വർഷം. എന്താ 365 എന്ന് പറയുന്നത്? ഒരു വർഷത്തിന് 365 ദിവസങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയുവാൻ സാധിക്കും, ദ ഫുൾ ലൈഫ് ഹി സ്പെൻഡ് വിത്ത് ഗോഡ്. അവന്റെ ആയുസ്സിന്റെ പൂർണ്ണതയാ അവൻ ദൈവത്തോട് ചേർന്ന് ചെലവഴിച്ചു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, എൻ്റെ നിങ്ങളുടെയും ആയുസ്സിന്റെ പൂർണ്ണത അന്ത്യനിമിഷം വരെയും ദൈവത്തോട് ചേർന്ന് ചെലവഴിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ ചെലവഴിക്കുന്ന പക്ഷം എന്ത് ലഭിക്കുമെന്നറിയാമോ? നിങ്ങൾ അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ നോഹയെ കാണുവാൻ കഴിയും. ഹാനോക്കിന്റെ 4-ാം തലമുറക്കാരന് നോഹയെക്കുറിച്ചും അവിടെ പ്രതിപാദിക്കുന്നത് ഇങ്ങനെ: നോഹ നിഷ്കളങ്കനും തന്റെ തലമുറയിൽ നീതിയുള്ളവനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. വല്യപ്പൻ ദൈവത്തോട് കൂടെ നടന്നതിന്റെ ഫലം എന്താണെന്നറിയാമോ? കൊച്ചുമകന്റെ മകനും 4-ാം തലമുറക്കാരനും ദൈവത്തോട് കൂടെ നടന്നു. ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, I don't want to know who was my grandfather, but I want to know who will be my grandson. പറഞ്ഞത് മനസ്സിലായോ? I don't want to know who was my grandfather. എൻ്റെ വല്യപ്പൻ ആരായിരുന്നു എന്നറിയുവാൻ എനിക്ക് വലിയ താല്പര്യമില്ല. എന്നാൽ എൻ്റെ കൊച്ചുമകൻ ആരായിരിക്കുമെന്ന് അറിയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ കൊച്ചുമകൻ ആരായിരിക്കും? എന്നോടൊപ്പം ദേവാലയത്തിൽ അവൻ വരുമോ? എന്നോടൊപ്പം ദൈവസന്നിധിയിൽ അവൻ മുട്ടുകുളം അടക്കുമോ? ഞാൻ ആരാധിക്കുന്ന ഈ ദൈവത്തെ അവൻ ആരാധിക്കുമോ? ഇന്ന് നമ്മുടെ മക്കളൊക്കെ പറന്നു പൊക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൂടെ നിൽക്കാൻ ഒരു മക്കളുമില്ല, കുഞ്ഞുങ്ങളാരുമില്ല. 10 വർഷം കൂടെ കഴിയുമ്പോൾ നമ്മളെല്ലാം നിലവിളിക്കാൻ തുടങ്ങും, അയ്യോ നോക്കാൻ ആരുമില്ലല്ലോ, ആശുപത്രി കൊണ്ടുപോകാൻ ആരുമില്ലല്ലോ, വെള്ളമൊന്നും എടുത്തു തരാൻ ആരുമില്ലല്ലോ. എൻ്റെ കൊച്ചുമകൻ അവൻ കർത്താവിനുള്ളവനായി തീരുമെന്ന് പറയാൻ പറ്റും. മക്കളെ കുറിച്ച് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റുന്ന അപ്പനാണ് ഭാഗ്യവാനായ അപ്പൻ. അവനാണ് ഭക്തൻ. യോശുവ പറയുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. പലതിനും ഈ നാളുകളിലൊക്കെ നമ്മൾ അനുരഞ്ജനത്തെക്കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന നാളുകളാണ്. പ്രിയമുള്ളവരെ, ഒരു ചെറിയ ആയുസ്സല്ലേ ഉള്ളൂ, ഒരു പുതിയ വർഷത്തിന്റെ ആരംഭമല്ലേ. ചിലതൊക്കെ ഒന്ന് ക്ഷമിച്ചുകൂടായോ? ചിലരെങ്കിലും ഇല്ലേ സഹോദരനോട് മിണ്ടിയിട്ട് നാളുകളായിട്ടുള്ള ചില സഹോദരങ്ങളില്ലേ? സഹോദരി ഒന്ന് ഫോൺ ചെയ്തിട്ട് നാളുകളായ ചിലരില്ലേ? അയൽവക്കത്തൊന്ന് കയറിയിട്ട് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് നാളുകളായ ചിലരില്ലേ? ക്ഷമിച്ചുകൂടെ? ചെറിയ ആയുസ്സല്ലേ ഉള്ളൂ, ചെറിയ ആയുസ്സല്ലേ കർത്താവ് തന്നിട്ടുള്ളൂ. ഇത് സുന്ദരമാക്കണ്ടേ, ഇത് നന്മയുള്ളതാക്കണ്ടേ? ക്ഷമിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതം ചെറുതാണ് എന്ന് ഓർത്തിരിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. 4 കാര്യങ്ങളാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. വിശ്വാസയാത്രയിൽ ഇതുവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ദൈവകൃപയുടെ മുദ്രകളെ എണ്ണിക്കൊള്ളുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ഇതുവരെ നടത്തിയ ദൈവത്തെ ഓർക്കുവാൻ കഴിയണം, മറന്നുപോകുവാനായിട്ട് ഇടയാവരുത്. ആ ദൈവകൃപ തിരിച്ചറിയണം. 2ാമത്, ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടുവാൻ കഴിയണം. എൻ്റെ മിടുക്കുകൊണ്ടോ എൻ്റെ കൈമിടുക്കൊണ്ടോ ഞാൻ എന്തെങ്കിലും നേടിക്കളയുമെന്ന് ഒരിക്കലും പറയരുത്. ദൈവത്തിനെ നിന്റെ ചിന്തയിൽ, നിന്റെ ആലോചനകളിൽ, നിന്റെ തീരുമാനങ്ങളിൽ, നിന്റെ ഇടപാടുകളിൽ ദൈവത്തിന് മുഖ്യ സ്ഥാനം കൊടുക്കുവാൻ സാധിക്കണം. 3ാമത് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്, നന്മ ചെയ്യുവാൻ അവസരമുള്ളപ്പോൾ നന്മ ചെയ്യുവാൻ സാധിക്കണം. ചെയ്യാതിരിക്കുന്നത് പാപമാണെന്ന് യാക്കോബ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു.
അവസാനമായി പറയാൻ ശ്രമിച്ചത്, ഒരു ചെറിയ ആയുസ്സിന്റെ ഉടമകളാണ് നമ്മൾ. മൂല്യം ഉള്ള ഒരു ജീവിതം, സുന്ദരമായ ഒരു ജീവിതം, കൂടുതൽ നന്മയുള്ള ഒരു ജീവിതം നയിപ്പാൻ കർത്താവെ ഞങ്ങളെ ഇടയാക്കണമേ. ഈ വർഷത്തെ വചന കേൾവി അതിന് മുഖാന്തരമായി തീരുവാൻ, നാളത്തെ ഇടവക ദിന ആഘോഷം അതിന് മുഖാന്തരമായി തീരുവാൻ കർത്താവെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. തേടി വന്നു ദോഷിയാമെന്നെയും